ഇന്ന് നമുക്ക് നെഗറ്റീവ്സിനെ മറികടക്കാനുള്ള ഒരു ടിപ്പ് നോക്കാം. ഒന്നാണ് കേട്ടോ, ഒരു ടിപ്പ്. ഈ വീഡിയോയിൽ നമുക്ക് ഒരു ടിപ്പ് നോക്കാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വഴക്ക് കേൾക്കാം. ഇപ്പോൾ ഒരു ഓഫീസിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഓഫീസിലുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു ബോസിൻ്റെ അടുത്ത് നല്ലൊരു ഇൻസൾട്ട് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ചീത്ത കേട്ട്, അതോടുകൂടി പിന്നെ അന്നത്തെ ദിവസം പോയി അല്ലേ. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ പിന്നെ നമുക്ക് ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ, ബസ്സിൽ നമ്മൾ സ്കൂൾ കുട്ടികളെല്ലാവരും കൂടെ തിങ്ങി കയറുന്നൊക്കെ കണ്ടില്ലേ. കയറുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടത്തോടെയാണ് അയാൾ ചീത്ത പറയുക. കണ്ടക്ടർ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിച്ചോ, പിന്നോട്ട് പോന്ന് പറയും. പിന്നീന്നാണെങ്കിൽ അവർ പറയും മുന്നോട്ട് പോകും. അത് തിക്ക് കൂടി ബസ് കയറിയ ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ചേച്ചിമാർ, അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടാവും ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബസ്സാണ്. പക്ഷെ ബസ്സിലുള്ള ആ കണ്ടക്ടർ പോലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്ന ആളുകളുണ്ട്. രാവിലെ ഒരു പരീക്ഷയ്ക്ക് പോവാണ്, അപ്പൊ ഈ കണ്ടക്ടറോട് നല്ല കണ്ണ് പൊട്ടുന്ന ചീത്ത കേട്ട്, എന്താ കുട്ടിയെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് കൂട്ടത്തിൽ നിന്ന് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ഒരു വാക്ക് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കാവും. പിന്നെ നമുക്ക് പരീക്ഷ എഴുതണം, ഇയാൾ പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നുമില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാവരും എന്താ പറയുന്നത്? അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ ശരിക്കും എന്തിനാ അവരൊക്കെ പറയുന്നതിന്റെ പിന്നാലെ പോയിട്ട്, നമുക്ക് പരീക്ഷയാണ് പ്രധാനം എന്നൊക്കെ നമുക്ക് അറിയാം. അയാൾ പറയുന്നെങ്കിൽ പറയട്ടെ. ഫ്രണ്ട്സൊക്കെ നമ്മളോട് റേഡോ അവർ പോട്ടെ, അവർ പോയി പണി നോക്കട്ടെ, നീ നിന്റെ കാര്യം ചെയ്യും, നിനക്ക് പരീക്ഷയാണ്, അയാൾ പറഞ്ഞതിൻ്റെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിനക്ക് പരീക്ഷ പാസ്സാവണ്ടേ എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. നമുക്കും മനസ്സിലാവുന്നുണ്ടാവും, ശരിയാണ്, അയാൾ പറയുന്നതിന്റെ പിന്നാലെ ഞാൻ എന്തിനാണ് പോകുന്നത്, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല, അയാൾ ആരാ എന്നെ ചോദ്യം ചെയ്യാന്നൊക്കെ നമ്മളെ മനസ്സിങ്ങനെ പറയുമെങ്കിലും അതിലിങ്ങനെ ഡൗണായി നിരാശപ്പെട്ടിരിക്കും. പരീക്ഷ എഴുതുമ്പോൾ പോലും പെട്ടെന്നൊരു ഓർമ്മയാണ്, അയാൾ എന്നെ ചീത്ത വിളിച്ചല്ലോ എന്ന്. അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? 2 ട്രിക്ക് പറഞ്ഞുതരാം. ഒന്ന് ആദ്യം പറഞ്ഞേ തോന്നൂല്ലേ, ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരാൾ ഹേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കുന്ന രീതിയിൽ ഒരാൾ നമ്മളോട് പെരുമാറുമ്പോൾ അത് നമ്മളെ മനസ്സിൽ പിടിച്ചു വരാൻ, അതായത് എന്താ പറയുക, വേറെ ഉറയ്ക്കാനും അതിൻ്റെ ബാക്കിയായിട്ട് ആ ദിവസം മുഴുവൻ കളയുന്ന രീതിയിൽ ചിന്തകൾ വരാനും 90 സെക്കൻഡാണ് എടുക്കുക എന്നാണ് സയൻസ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പലരും പഠിച്ച് ബുദ്ധിയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടത് ഞാനിവിടെ ഷെയർ ചെയ്യുന്ന. അപ്പം 90 സെക്കൻഡ് കൊണ്ടാണ് നമ്മളെ മനസ്സിൽ അത് പതിയുന്നതെന്നാണ് പറയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവരിങ്ങനെ നമ്മളോട് പറഞ്ഞ ഉടനെ തന്നെ നല്ല ബ്രീത്ത് എടുക്കുക, ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യാം, അതങ്ങോട്ട് പുറത്തേക്ക് വിടാം. അതുപോലെ നിങ്ങളൊരു 1.5 മിനിറ്റ് ചെയ്യാം. 1.5 മിനിറ്റ്. അതിപ്പം ബസ്സിലാണെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ പറ്റാണ്ട് എന്താ, അയാൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ പല കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്തേന്ന് പറയും പല ആൾക്കാരും. നമ്മളൊരു കാര്യത്തിനൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാ, ഒരു ശ്വാസം വലിയിൽ എന്തുണ്ടാവാനാ, സംഭവിക്കും, മാജിക്ക് സംഭവിക്കാൻ ആ ശ്വാസം മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബ്രീത്ത് ഇങ്ങനെ ഡീപ്പായിട്ട് എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് ആ നെഗറ്റീവ് കാര്യം ഉണ്ടല്ലോ, ആ ഒരു ഇവന്റ് നിങ്ങളെ ബാധിക്കാതെ മേലെ കൂടെ അങ്ങ് പോകും. പിന്നെ നിങ്ങളെ ഉള്ളിൽ അത് കിടക്കൂല. ഇത് സത്യമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ചിലപ്പോൾ 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നീണ്ട വഴക്കാണെങ്കിൽ, വഴക്ക് കേൾക്കുന്ന സമയത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെയാൽ ചിലപ്പോൾ അവരുടെ അടി കിട്ടും കേട്ടോ. അത് വേറെ കാര്യം. അതല്ല ഞാൻ പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ, അപ്പോൾ ഒരു വഴക്ക് കേട്ട് അയാൾ അതിലങ്ങ് പോയി, അപ്പം നമ്മളെ ഉള്ളിൽ അത് പിടിക്കും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കാം. അത് ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഇത് നിങ്ങളെ പിന്നെ ആ ഒരു വിഷമം നിങ്ങളെ ബാധിക്കൂല. നിങ്ങൾക്ക് അത് ചിന്തിച്ച് വിഷമിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല. അതൊരു കാര്യം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 10-15 നീണ്ടു നിൽക്കുന്ന വഴക്ക് അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പം നമുക്ക് ഈ ബ്രീത്ത് എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഇതെല്ലാം കഴിയട്ടെ. ഇവരെ പടയും വെട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവർ പോയിട്ട് അന്നേരം ഒന്ന് ബ്രീത്ത് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ചിന്തിച്ചാൽ മതി. പക്ഷെ ചിന്തിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് എഴുതുക എന്ന് പറയുന്നത്. ആരും കാണണ്ട, കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പം ഇത്തരം സന്ദർഭങ്ങളെ മറികടക്കാൻ നമ്മൾ 5 കാര്യങ്ങളാണ് വേണ്ടത്. 5 കാര്യങ്ങൾ ആദ്യം ഒന്ന് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോവാം.
5 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, നമുക്ക് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങളെ പറ്റി നിങ്ങൾ എഴുതി വെക്കുക. അതായത് എന്തൊക്കെ കാണാൻ കഴിയും? ഇപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മരങ്ങൾ കാണുന്നുണ്ട്, ആകാശം കാണുന്നുണ്ട്, വീട് കാണുന്നുണ്ട്, അങ്ങനെയുള്ള 5 കാര്യങ്ങൾ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 5 കാര്യങ്ങൾ എഴുതാം. പിന്നീട് നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന 4 കാര്യങ്ങൾ എഴുതാം. എന്തൊക്കെയാ കേൾക്കാൻ പറ്റുക? എന്തൊക്കെ സൗണ്ടാ? കിളി കരയാണോ? കിളീൻ്റെ ഒച്ച അത് കേൾക്കുന്നുണ്ട്, പശു കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള 4 കാര്യങ്ങൾ എഴുതാം. ഇനി നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഈ ഫോണിനെ തൊടാൻ പറ്റുന്നുണ്ട്, അപ്പൊ അതുപോലെ തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതാം. അപ്പോൾ മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതാം. മനസ്സിലായോ? മണക്കാൻ എന്തൊക്കെ മണക്കാൻ പറ്റും? ഫുഡ് മണക്കാൻ പറ്റുന്നില്ലേ? അതുപോലെ പൂക്കൾ മണക്കാൻ പറ്റില്ലേ? പിന്നെ നമ്മളെ സ്റ്റിഫൻ ഷൈനൊക്കെ മുക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ മണക്കാൻ പറ്റുന്നില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ രുചിക്കാൻ പറ്റുന്ന ഒരു കാര്യം എഴുതാം. നാവ് കൊണ്ട് രുചിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അതും എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാലല്ലേ നിങ്ങളോട് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ മനസ്സങ്ങ് വിട്ടുപോകും. പിന്നെ ആ കേട്ട ആ ഒരു തീവ്രതയോട് കൂടിയിട്ട്, നിങ്ങളത് കണ്ട അല്ലെങ്കിൽ അനുഭവിച്ച ആ ഒരു തീവ്രതയോട് കൂടിയിട്ട് ഈ 5 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അത് അടിപൊളിയാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന ശാസ്ത്രമൊന്നുമല്ല, നല്ല ബുദ്ധിമാന്മാരായ ആരൊക്കെയോ എഴുതി പഠിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യങ്ങളാട്ടോ. അത് ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നേരം എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുന്ന സമയം, ഒന്നുകൂടെ പറയാം, കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, അതായത് മണക്കാൻ പറ്റിയ 2 കാര്യങ്ങൾ, രുചിക്കാൻ പറ്റിയ 1 കാര്യം. ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഇപ്പം എന്ത് പ്രശ്നത്തിലായിരുന്നോ ചിന്തിച്ച് വിഷമിച്ചത്, ആ വിഷമത്തെ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും അതേ തീവ്രതയോടുകൂടി ചിന്തിക്കാനോ ഇതാക്കാനോ പറ്റൂല. അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതുപോലത്തെ കുഞ്ഞു ടിപ്പുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റാ.